ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. എനിക്ക് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണിത്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഒരു സ്റ്റക്ക് എനർജിയാണ്. അവിടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ്സുകളൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. എന്ത് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും തേർഡ് പാർട്ടിയെയും കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഏതായിരിക്കും എൻ്റെ ഫ്യൂച്ചറിന് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരുടെ കൂടെ നിന്നാലാണ് എനിക്ക് സത്യത്തെ കാണാനായിട്ട് കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അനലൈസ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെയും തേർഡ് പാർട്ടിയെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്, ഏതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ. അപ്പം എന്തായാലും നിലവിലെ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ യാതൊരു പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ല. റിലേഷൻഷിപ്പ് സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പേഴ്സൺ വളരെയധികം ചിന്തയിലാണ്. ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞു, ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയും നിങ്ങളെയും വെച്ച് കമ്പാരിസൺ ചെയ്ത് നോക്കുന്നുണ്ട്, ഏതാണ് നല്ലത് എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് എന്തുകൊണ്ടും ബെറ്റർ, അല്ല നിങ്ങളുടെ ഭാഗത്താണ് സത്യവും ന്യായവും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി തരണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഇപ്പോൾ കാര്യങ്ങൾ നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ റെഡിയായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ സത്യത്തെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം എന്തുകൊണ്ടും ബെറ്റർ നിങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. ഇനി നോക്കാം, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴത്തെ? പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ ഇടയിൽ ഒരുപാട് വഴക്കുകൾ നടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല. ചിലപ്പോൾ അവർ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ പാസ്റ്റ് എനർജിയിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ മെമ്മറിയിൽ മൊത്തം നിങ്ങളുടെ ഓർമ്മകളാണ്. അപ്പം തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് വഴക്കുകൾ നടക്കുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വേദനയും കൊടുക്കുന്നുണ്ടായിരിക്കാം. കാരണം ആ ഒരു സാഹചര്യത്തിൽ പോയത് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം വേദനിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. കാരണം ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വേദന, നിങ്ങൾ എന്തുമാത്രം വേദന അനുഭവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ വരുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് സന്തോഷവും ഉണ്ടാകുന്നുണ്ട്, വിഷമവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത് ഈ ഒരു വ്യക്തി.
അപ്പം എന്തായാലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല. തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ വളരെയധികം മോശമാണ്. കാരണം അവർ തമ്മിൽ വളരെയധികം വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. മേ ബി തേർഡ് പാർട്ടിയെ വിശ്വസിച്ചായിരിക്കുമല്ലോ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനി നിറം ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ഈ ഒരു പേഴ്സൺ അവിടെ നേരിട്ടിട്ടുണ്ടായിരിക്കാം, അല്ല നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് വളരെയധികം ക്ലിയർ മൈൻഡോടുകൂടി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. അതിനുശേഷം ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതുമാണ്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു തനി നിറമൊക്കെ ഈ ഒരു പേഴ്സണ് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെയധികം ഈ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹം നടിച്ചൊക്കെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു സ്വഭാവങ്ങളെല്ലാം ഈ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പം തേർഡ് പാർട്ടിയുടെ വാക്കുകൾ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കും. അവർ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഓർമ്മകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു തൻ്റെ ആ ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കാണുന്ന കുറച്ച് പേരെങ്കിലും ഫാമിലി ആയിരിക്കാം, ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി പോലെ കഴിഞ്ഞവരായിരിക്കാം. ആ ഒരു അത്രയും വാല്യുബിളായിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തത് എന്താണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നെ അത്രയും വിശ്വസിച്ചവർ, എന്നെ അത്രയും സ്നേഹിച്ചവരെ ഞാൻ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ വിഷമിക്കേണ്ടി വന്നത്. അപ്പം ആ ഒരു കർമ്മയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കർമ്മയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. പാസ്റ്റിനെ ഓർത്ത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. സൈലൻ്റ് ആയിട്ടിരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ തന്നെ തിരയുന്ന എനർജിയാണ്. തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് പാളിപ്പോയത്, ഞാൻ ആരെയൊക്കെ വിശ്വസിക്കണമായിരുന്നു, ഞാൻ വിശ്വസിച്ചവരുടെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടമായി എന്നുള്ള രീതിയിലെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയം തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ച് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം, പിന്നെയും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയുള്ള വരവാണ്. കാരണം ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ആ ഒരു സിറ്റുവേഷൻ തനിക്ക് യോജിച്ചതല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട്, അത് 100% ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ എടുക്കുന്ന ആക്ഷൻ, ഈ ഒരു പേഴ്സൺ എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് എത്രയും വേഗം മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം കടന്നു വന്ന് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, ആ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരണം, ഒരു സ്റ്റെബിലിറ്റി തരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വൈകാതെ അവസാനിക്കുന്നതാണ്. അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യുന്നതാണ്, നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും സ്റ്റാർട്ട് ആവുന്നതാണ്.
അപ്പം ഈ ഒരു പേഴ്സൺ തിരികെ വന്നാൽ സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെയിലാണ്. കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയ വ്യക്തിയായിരിക്കാം ഇത്. മറ്റുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഒരു വ്യക്തി ഒന്നും ചിന്തിക്കാതെ ആയിരിക്കാം പോയത്. അവിടെ ചെന്നപ്പോൾ ഈ ഒരു പേഴ്സണ് തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നു. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴത്തെ ലൈഫ് തൻ്റെ ജീവിതത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സമാധാനം തേടിയുള്ള യാത്രയാണ്. അപ്പം എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം. സമാധാനം തേടിയെന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു പേഴ്സണ് സമാധാനം കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നീതിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളിലേക്ക് എത്രയും വേഗം വരണമെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പം റീഡിങ് വളരെ പോസിറ്റീവായിരുന്നു. എന്തായാലും ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അതുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിന്നെ ഒരുപാട് വേദനിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞാൻ നിൻ്റെ വേദന ഇത്രയാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. നീ കരഞ്ഞുകൊണ്ട് തിരികെ പോയ സമയത്തും ഞാൻ നിൻ്റെ വേദന മനസ്സിലാക്കിയില്ല. പക്ഷേ ഇന്ന് ഞാൻ അതേ വേദന മനസ്സിലാക്കുന്നു. ഈ ഒരു സമയം എനിക്ക് നിന്നോട് വളരെയധികം സ്നേഹം തോന്നുകയാണ്. അതെത്രയെന്ന് നിനക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് കഴിയുകയില്ല. അത്രയും സ്നേഹം എനിക്ക് നിന്നോട് തോന്നുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിന്നെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതു വിധേനയും നിൻ്റെ അടുത്ത് വരണം. നീയുമായിട്ടൊരു പുതിയ തുടക്കം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിച്ചതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഞാൻ തരുന്നതാണ്. നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ പോയപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വില മനസ്സിലായത്. നീ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം എന്നെ സ്നേഹിച്ചത്. പക്ഷെ അതൊന്നും ഞാൻ നിന്റെ വാല്യൂ മനസ്സിലാക്കുകയോ നിന്റെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിന്റെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ തന്നെയാണ് എൻ്റെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളത്. കാരണം നീയുമായിട്ട് എനിക്കൊരു സോൾ കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഏത് സാഹചര്യത്തിൽ പോയെന്ന് പറഞ്ഞാലും നിൻ്റെ ഒരു പ്രസൻസ് ഞാൻ അറിയുന്നുണ്ട്. നീ തന്നെയാണ് എൻ്റെ സോൾമേറ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത്? ഇവിടെ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ഇനിയും നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. പാസ്റ്റിനെ ചൊല്ലിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ കാര്യത്തെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഈ ഒരു സമയം വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡെവിൽ എനർജി ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് വളരെയധികം ഒരു എന്താണ് പറയണ്ടേ, ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഈ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് പൊറുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഒരു വൈരാഗ്യബുദ്ധി ഉണ്ടായിരിക്കാം. അപ്പം യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്,
നിങ്ങളുടെ കോമ്പറ്റീഷൻ എനർജി ഒഴിവാക്കണം ഈ ഒരു സമയത്ത്. ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ട എന്നൊക്കെയുള്ള ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അപ്പം ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോമ്പറ്റീഷൻ എനർജി അപ്പം അല്ലെങ്കിൽ ഈ ഒരു അതായത് നിങ്ങൾ പാസ്റ്റിനെ ചൊല്ലി നിങ്ങൾ ഒരു വഴക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു വൈരാഗ്യ ബുദ്ധി, ആ പാസ്റ്റിനെ ഓർത്തിട്ട് നിങ്ങളെ ഒരുപാട് വേദന, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണോട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെല്ലാം നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരിക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ സംഭവിക്കുകയാണെങ്കിൽ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ എടുത്തിടാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ പകയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങൾക്ക് ഒരുപാട് വേദനകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഇമോഷൻസിനെയും ബാലൻസിൽ വയ്ക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇങ്ങനെയായിരുന്നു. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ.